ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. പരാജയം ഉറപ്പിച്ചുവെന്നതിന്റെ ദൃഷ്ടാന്തമാണ് അവസാനഘട്ടമെത്തിയപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗങ്ങളെന്ന് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആദ്യം നല്ല നെഞ്ചിന്റെ വീതിയെല്ലാം ചൂണ്ടിക്കാണിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രസംഗിച്ചു ആവേശത്തോടെ. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ 370 മുതൽ 430 വരെ സീറ്റ് നേടുമെന്ന്. ഇപ്പോഴെന്തേ 6ാമത്തെ ഘട്ടം കഴിഞ്ഞു, 7ാമത്തെ ഘട്ടത്തിലേക്ക് പോകുമ്പോഴും അദ്ദേഹം പണിയെല്ലാം മതിയാക്കി നേരെ ദക്ഷിണേന്ത്യയിലേക്ക്. എവിടത്തേക്കാണ്? ഇന്നു മുതൽ അവിടെ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ആർക്കും പ്രവേശനമില്ല. അവിടെ ഒരാൾ വരികയാണ്. ആരാ? അവിടുത്തെ പണി തീർന്നു. അവിടുത്തെ പണി എന്തായിരുന്നു? അവസാന നിമിഷം വരെ ഇവിടെ പണി. അവസാന നിമിഷം വരെ ഒരു രാഷ്ട്രീയമില്ല. നമ്മുടെ നാട്ടിലെ പക്ക RSS. സാധാരണ RSSകാരെ പറ്റി അങ്ങനെ പറഞ്ഞാൽ അവർക്ക് കൂടി അവമാനമാണ്. അതിനേക്കാളും മോശപ്പെട്ട ചീപ്പായ, ഒരു മൂല്യമില്ലാത്ത, ഒരു റേഞ്ച് ഇല്ലാത്ത ഇന്ത്യ ഭരിച്ച ഇത്രയും വൃത്തികെട്ട രീതിയിലുള്ള ഒരു പ്രധാനമന്ത്രി ഈ നരേന്ദ്രമോദിയെ പോലെ വേറെയില്ല. ജനജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാൻ ബി.ജെ.പി. തയ്യാറായില്ല. തൊഴിലില്ലായ്മ, പട്ടിണി, വിലക്കയറ്റം, പാർപ്പിടം തുടങ്ങി ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളൊന്നും ബി.ജെ.പി. ചർച്ചയ്ക്കെടുത്തില്ല. 400 സീറ്റിലധികം നേടുമെന്നായിരുന്നു തെരഞ്ഞെടുപ്പിന് മുന്നേ പ്രധാനമന്ത്രി പറഞ്ഞത്. 2 ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അദ്ദേഹത്തിന്റെ വിധം മാറി. സാധാരണ RSSകാരനേക്കാൾ നിലവാരം കുറഞ്ഞ പ്രചാരണമാണ് മോദി നടത്തിയത്. തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടം എത്തുമ്പോഴേക്കും മോദി ധ്യാനത്തിലാണ്. താൻ കേവലമൊരു ജൈവിക മനുഷ്യനല്ല എന്നാണ് മോദി ഇപ്പോൾ പറയുന്നത്. ദൈവത്തിന്റെ പ്രതിപുരുഷനായി സ്വയം അവരോധിക്കാനുള്ള ശ്രമമാണ് മോദി നടത്തുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു.